ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളെവിടെ നിർത്തിയേ? പുതിയ ചാപ്റ്റർ ആണല്ലേ, പാഠം 12. എന്താ ചാപ്റ്ററിൻ്റെ പേര്? അലൻ പി സാംസൺ. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിൻ്റെ പേരെന്താ മോനെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്ത് വെച്ച ചാപ്റ്ററിൻ്റെ പേരെന്താ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഉണ്ടായിരുന്നില്ല മിസ്. കഴിഞ്ഞ ക്ലാസ്സിൽ മോൻ ഉണ്ടെങ്കിൽ യൂട്യൂബ് ലിങ്ക് ഒന്നും കാണുന്ന ഇതില്ല. അണ്ണാറക്കണ്ണനും തെന്നാലായത്. യെസ്, ആരാ പറഞ്ഞേ? അലൻ അല്ലേ? ഓക്കെ, അലൻ മാത്യു. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അണ്ണാറക്കണ്ണനും തന്നാലായത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിരിക്കണം. എല്ലാവരും വീഡിയോ ഓൺ ചെയ്തേ. വീഡിയോ ഓൺ ചെയ്യാത്തവരാരാ? സന. പേജ് നമ്പർ 52, അണ്ണാറക്കണ്ണനും തന്നാലായത്. ഇനിയുണ്ടല്ലോ വീഡിയോ ഓൺ ചെയ്യാൻ. അലൻ മാത്യു, ദിലീപ്. എൻ്റെ ടോഷിന് രാവിലെ തന്നെ കോട്ടുവായിട്ട് എന്നെയും കൂടെ നീ ഉറക്കിയാക്കുവോ? കുളിച്ചില്ല ടോഷിൻ ഞാൻ പറയട്ടെ, കുളിച്ചില്ല, മുടി ചീകിയില്ല, വെറുതെ യൂണിഫോമിന്റെ കോട്ട് അവിടെ ഇട്ടിരുന്നു അല്ലേ? ഓക്കെ, മിസ് ഒന്നും കൂടെ ആ ചാപ്റ്റർ വായിക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ നോക്കണം. വീഡിയോ ഓഫ് ചെയ്തവരെല്ലാം ഓൺ ചെയ്തേ. ഒരാഴ്ചത്തെ അവധിക്കാല ക്യാമ്പ്. വിവിധ സ്കൂളുകളിലെ അധ്യാപകരും കുട്ടികളുമായി ധാരാളം പേരുണ്ടായിരുന്നു. മനുവും കൂട്ടുകാരും പെട്ടെന്നു തന്നെ ക്യാമ്പിലെ രീതികളുമായി പൊരുത്തപ്പെട്ടു. ക്യാമ്പിനോടനുബന്ധിച്ച് ഒരു നാടകക്കളരി തന്നെയുണ്ട്. സംവിധായകനും അധ്യാപകനുമായ സത്യൻ സാർ കുട്ടികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സഹായങ്ങളും ഒക്കെ നൽകുന്നുണ്ട്. മനുവും കൂട്ടുകാരും തയ്യാറായി. മനുവിൻ്റെ മുത്തശ്ശി പറഞ്ഞുകൊടുത്ത ഒരു ഐതിഹ്യ കഥയാണ് അവർ നാടകമായി അവതരിപ്പിക്കുന്നത്. നമ്മളിതെടുത്ത ഭാഗമാണ്. മിസ് ഒന്നുകൂടെ വായിക്കുന്നു. ഓക്കെ, ആരൊക്കെയാണ് ഈ നാടകത്തിൽ അഭിനയിക്കുന്നത്? സത്യൻ സാർ ചോദിച്ചു. ഞാൻ, മനു. ഞാനാണ് ഈ കഥയിലെ ശ്രീരാമൻ്റെ വേഷം ചെയ്യുന്നത്. സുഗ്രീവൻ്റെ ഭാഗം അവതരിപ്പിക്കുന്നത് ഞാനാണ്, അപ്പുക്കുട്ടൻ പറഞ്ഞു. മനു പറഞ്ഞു, ഞാനാണ് ശ്രീരാമൻ്റെ വേഷം അവതരിപ്പിക്കുന്നത്. അപ്പുക്കുട്ടൻ എന്താ പറഞ്ഞേ? ഞാനാണ് സുഗ്രീവൻ്റെ വേഷം അവതരിപ്പിക്കുന്നത്. അണ്ണാറക്കണ്ണനായി ഞാനാണ് വേഷമിടുന്നത്. സഞ്ജു സ്വയം പരിചയപ്പെടുത്തി. ആരാ പറഞ്ഞേ? സഞ്ജു പറഞ്ഞു. എന്താ? അണ്ണാറക്കണ്ണനായിട്ട് ഞാനാണ് എന്ന് പറഞ്ഞു അല്ലേ? ആട്ടെ, എന്താണ് നാടകത്തിൻ്റെ പേര്? സാറിൻ്റെ ചോദ്യത്തിന് അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് മനു ഉറക്കെ പറഞ്ഞു. എന്താ നാടകത്തിൻ്റെ പേര്? അണ്ണാറക്കണ്ണനും തന്നാലായത്. ശരി, തുടങ്ങിക്കോളൂ, സത്യൻ സാർ പറഞ്ഞു. എല്ലാവരും അറ്റൻഡൻസ് ടൈപ്പ് ചെയ്തണേ. പിന്നെ ആരും ഫോണിൽ ടച്ച് ചെയ്യണ്ട. അറ്റൻഡൻസ് ടൈപ്പ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ആരെ കൈയും ഫോണിൽ ആ ഭാഗത്തേക്ക് പോകണ്ട. ഓക്കെ. കടലോരത്ത് ഒരു കൂടാരം. അടുത്തുള്ള ഒരു പാറക്കല്ലിൽ ശ്രീരാമൻ ഇരിക്കുന്നു. വാനര രാജാവ് സുഗ്രീവൻ ശ്രീരാമനെ തൊഴുതുകൊണ്ട് നിൽക്കുന്നു. ഇതാണ് ഒന്നാമത്തെ സീൻ. നാടകമാകുമ്പോൾ ഓരോരോ സീനാണ് അല്ലേ? ഒന്നാമത്തെ സീൻ എന്താ? കടലോരം, കടലിൻ്റെ തീരം. അവിടെ ഒരു കൂടാരമുണ്ട്, അടുത്തുള്ള ഒരു പാറക്കല്ലിൽ. കൂടാരമുണ്ട്, അതിൻ്റെ അടുത്തൊരു പാറക്കല്ലുണ്ട്. ആ പാറക്കല്ലിൽ ശ്രീരാമൻ ഇരിക്കുന്നു. എല്ലാവരുടെ മനസ്സിൽ ഉണ്ടാകണം കടലോരം. കടൽത്തീരം കണ്ടിട്ടില്ല എല്ലാവരും? എല്ലാവരും കടൽത്തീരത്ത് പോയിട്ടുണ്ടല്ലോ. പോകാത്തവരുണ്ടോ? യെസ്, ഇല്ല, എല്ലാവരും പോയവരെന്നെ അല്ലേ? അപ്പോൾ അതിൻ്റെ അടുത്ത് അവിടെ ഒരു കൂടാരമുണ്ട്.
പിന്നെന്താ, അടുത്തുള്ളൊരു പാറക്കല്ലിൽ ശ്രീരാമൻ ഇരിക്കുന്നു. വാനര രാജാവ് സുഗ്രീവൻ ശ്രീരാമനെ തൊഴുതുകൊണ്ട് നിൽക്കുന്നു. ശ്രീരാമൻ അവിടെ നിൽക്കുമ്പോൾ വാനരാജാവ് എങ്ങനെ ഇരിക്കുന്നേ? തൊഴുതുകൊണ്ട് ഇരിക്കുന്നു അല്ലേ? ഇനി നാടകം ആരംഭിക്കലായേ. എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക, ടെക്സ്റ്റ് ബുക്കിലേക്ക് തന്നെ നോക്കുക. ശ്രീരാമൻ പറയുന്ന രംഗമാണ്. സുഗ്രീവ, ചിറകെട്ട് എത്രത്തോളമായി? സുഗ്രീവനോട് ചോദിക്കുകയാണ്. സുഗ്രീവ, ചിറകെട്ട് എത്രത്തോളമായി? അപ്പോൾ എന്താ, വെള്ളം കെട്ടി നിർത്താൻ വേണ്ടി അല്ലേ? വെള്ളത്തെ തടഞ്ഞു നിർത്താൻ വേണ്ടി കെട്ടി 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 പൊന്തിക്കുന്നു. അതിനെയാണ് എന്താ പറയുന്നത്? വീഡിയോ ഓൺ ചെയ്തിരിക്കണം എല്ലാവരും. സുഗ്രീവൻ, സ്വാമി കഴിയാറായി, നാളെ പൂർത്തിയാവും. അപ്പോൾ എന്താ പറഞ്ഞേ? കഴിയാറായി സ്വാമി, നാളത്തോടെ അത് തീരും. ശ്രീരാമൻ, എന്ത് ഇത്ര വേഗത്തിലോ? വാനരന്മാർക്ക് അത്ര മിടുക്കോ? ആരാ ചിറക് കെട്ടുന്നത് ശരിക്കും? വാനരന്മാരാണ് അല്ലേ? അപ്പോൾ സ്വാമിക്ക് തന്നെ അത്ഭുതമായി. ഇത്രയും സ്പീഡോ? വാനരന്മാർ പറഞ്ഞ ആരാ? കുരങ്ങന്മാർക്ക് ഇത്രയും സ്പീഡോ ചിറകെട്ടാൻ? സുഗ്രീവൻ, എന്തിനധികം ഇത്തിരിയില്ലാത്ത അണ്ണാർക്കണ്ണനും ഉത്സാഹമാണ്. രാവും പകലും അക്കൂട്ടർ അധ്വാനിക്കുന്നു. വാനരന്മാർ മാത്രമല്ല സർ, പിന്നെ ആരാ? ഇത്തിരി പോന്നെ അണ്ണാറക്കണ്ണനും കൂടി ചിറകെട്ടാൻ നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അല്ലേ? ശ്രീരാമൻ, അണ്ണാറക്കണ്ണൻ അധ്വാനിക്കുന്നുണ്ടോ? അത് കൊച്ചല്ലേ? അണ്ണാറക്കണ്ണന് മണ്ണൊക്കെ ചുമന്നു കൊണ്ടുവന്ന് ചിറകെട്ടാൻ നിങ്ങളെ സഹായിക്കാൻ പറ്റുമോ? അത് ചെറുതല്ലേ, ഇത്രയും ചെറിയ അണ്ണാറക്കണ്ണന് അതൊക്കെ സാധിക്കുമോ? വെറുതെ പറയല്ലേ അല്ലേ? ശ്രീരാമന് അത്ഭുതമായി. സുഗ്രീവൻ, തിരുമേനി വരണം, അടിയൻ കാണിച്ചു തരാം അവൻ്റെ പ്രയത്നം. നേരിട്ട് തന്നെ കണ്ട് ബോധ്യപ്പെട്ടോളൂ, അടിയൻ കാണിച്ചു തരാം അവർ അധ്വാനിക്കുന്നുണ്ടോ. ആര്? ജോയൽ പുസ്തകത്തിലേക്ക് തന്നെ നോക്കണം. അണ്ണാറക്കണ്ണൻ അധ്വാനിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാകണമെങ്കിൽ തിരുമേനി എൻ്റെ കൂടെ എന്നെ വാ, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. റിലു, ക്ലാസ്സിൽ ശ്രദ്ധിക്കേ. സുഗ്രീവൻ, തിരുമേനി വരണം, അടിയൻ കാണിച്ചു തരാം അവൻ്റെ പ്രയത്നം അടിയൻ കാണിച്ചു തരാം അല്ലേ? എൻ്റെ കൂടെ വന്നാലും. സാമുവൽ ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കണേ, ഞാൻ ഇടയ്ക്കൊന്ന് ചോദിക്കും, വായിപ്പിക്കും. ശ്രീരാമൻ സുഗ്രീവൻ്റെ കൂടെ അല്പദൂരം നടന്നു. ഏതായാലും കാണാമെന്ന് വിചാരിച്ച് ശ്രീരാമൻ എന്താ ചെയ്തേ? സുഗ്രീവൻ്റെ കൂടെ നടന്നു, അല്പദൂരം നടന്നു. സുഗ്രീവൻ ദൂരെ ഒന്നിങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട്, അതാ അങ്ങോട്ട് നോക്കൂ, അവൻ്റെ മേലെല്ലാം മണ്ണാണ് തിരുമേനി, അവൻ്റെ മേലെല്ലാം മണ്ണാണ്. സിദ്ധാന്ത്, വീഡിയോ ഓൺ ചെയ്തിരിക്കുന്ന വീഡിയോ ഓഫ് ആവുന്നേ. അതാ അങ്ങോട്ട് നോക്കൂ, അവൻ്റെ മേലെല്ലാം മണ്ണാണ്. തിരുമേനി ഒന്ന് വിളിച്ചു നോക്കൂ. തിരുമേനി അവനെ ഒന്ന് വിളിച്ചു നോക്കിയേ, അവൻ്റെ അവസ്ഥ എന്താന്ന് അപ്പം കാണാം. ശ്രീരാമൻ കൈകൊട്ടി വിളിച്ചു അല്ലേ? അണ്ണാറക്കണ്ണന് പേരിട്ടിട്ടൊന്നും വിളിക്കാൻ കഴിയില്ലല്ലോ. അപ്പം അവൻ എങ്ങനെ വിളിച്ചേ? കൈകൊട്ടി വിളിച്ചു. കുഞ്ഞേ അണ്ണാറക്കണ്ണ അല്ലേ? കുഞ്ഞേ അണ്ണാറക്കണ്ണ ഒന്നിങ്ങോട്ട് നോക്കിയേന്ന് പറഞ്ഞു. അപ്പം എന്താ? സുഗ്രീവൻ കണ്ടില്ലേ, കേട്ട ഭാവമില്ല. ശ്രീരാമൻ വിളിച്ചിട്ടും. നെക്സ്റ്റ് പേജ് നമ്പർ 54. സുഗ്രീവൻ പറഞ്ഞു, എന്താ തിരുമേനി കണ്ടില്ലേ? തിരുമേനി വിളിച്ചിട്ടും അവൻ കേട്ട ഭാവം പോലും ഇല്ല. ശ്രീരാമൻ കുറച്ചുകൂടി ഉറക്കെ എന്താ പറഞ്ഞേ? ഹേ അണ്ണാറക്കണ്ണ എന്ന് വിളിച്ചു അകത്തുനിന്ന്. അപ്പോൾ അവിടെ അകത്തുനിന്ന് അണ്ണാൻ, എന്താ അല്ലേ? ഒരു പണിയെടുക്കുമ്പോൾ നമ്മൾ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ച് നമുക്ക് ദേഷ്യം വരൂലേ? നിങ്ങൾക്ക് തോന്നുമോ? നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ദേഷ്യം വരും അല്ലേ? നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദേഷ്യം വരും. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമായിരിക്കും അല്ലേ? ആരെങ്കിലും എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നും. പക്ഷെ നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് കടയിൽ പോയേ അല്ലെങ്കിൽ പുസ്തകം എടുത്ത് വായിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യമാണ് അല്ലേ? സത്യമല്ലേ മിസ് പറഞ്ഞേ? യെസ്, അതെ, സമ്മതിച്ചോ? അണ്ണാറക്കണ്ണന്
അണ്ണാറക്കണ്ണൻ അതീവ ജാഗ്രതയോടുകൂടി നല്ല താല്പര്യത്തോടു കൂടി ഒരു ജോലി ചെയ്യുകയാണ്. അപ്പോൾ അവിടെ വന്നിട്ടാണ് അണ്ണാറക്കണ്ണനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അണ്ണാറക്കണ്ണൻ ദേഷ്യത്തോടെ എന്താന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീരാമൻ ഇവിടെ വരൂ. അപ്പോൾ അണ്ണാൻ എന്താ പറഞ്ഞേ? ഇപ്പോൾ പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല, ഞാനിപ്പോൾ ഒരു ജോലിയിലാണ് അല്ലേ. സുഗ്രീവൻ കണ്ടില്ലേ അവൻ്റെ കുറുമ്പ്, അഹങ്കാരം എന്നല്ല പറഞ്ഞല്ലേ, അവൻ്റെ കുറുമ്പ്. അണ്ണാൻ ഏറ്റവും ചെറിയതാണ്. അണ്ണാനെ കണ്ടിട്ടില്ലേ നിങ്ങളെ? ചെറിയതല്ലേ? അപ്പോൾ കണ്ടില്ലേ അവൻ്റെ കുറുമ്പ് ശ്രീരാമൻ. പിന്നെ എപ്പോൾ വരും? ശ്രീരാമൻ ചോദിച്ചു. ഇപ്പോൾ വരില്ല എന്ന് പറഞ്ഞു. പിന്നെ എപ്പാ വരല് ചോദിച്ചു. അപ്പം എന്താ? എൻ്റെ ജോലി കഴിയട്ടെ, ഞാൻ ചെയ്യുന്ന ജോലി ചെയ്യട്ടെ. ചിലപ്പോൾ അമ്മമാർ പറയാറില്ലേ, അമ്മ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടിക്കും. അമ്മ എന്താ പറയുക? ഞാൻ ഇവിടെ ഒരു ജോലി ചെയ്യുന്നത്, അത് ആദ്യം കഴിയട്ടെ അല്ലേ? ചിലപ്പോൾ പറയാറില്ലേ? എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോഴത്തേക്കായിരിക്കും നിങ്ങൾക്ക് അത്യാവശ്യം, അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് കഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണ്ടി വരും. അപ്പോൾ നമുക്ക് ദേഷ്യം വരും അല്ലേ? കഷ്ടപ്പെട്ട് എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ എന്താ പറയുക? അവിടെ നിൽക്ക്, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യ്, എൻ്റെ ഞാൻ ചെയ്യുന്ന ജോലി ഒന്ന് തീരട്ടെ. അപ്പോൾ അണ്ണാറക്കണ്ണൻ പറഞ്ഞു, ആയില്ല, ഞാൻ ചെയ്യുന്ന ജോലി ഒന്ന് കഴിയട്ടെ, എന്നിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. സുഗ്രീവൻ, ജോലിയോ? ആര് പറഞ്ഞു നിന്നോട് ജോലി ചെയ്യാൻ? നീ ജോലി ചെയ്യുന്നോ? നിന്നോട് ആരാ പറഞ്ഞു ജോലി ചെയ്യാൻ? അണ്ണാൻ, ആരും പറയണ്ട, ശ്രീരാമസ്വാമിയുടെ ആവശ്യമാണ്, ഞങ്ങൾ ജോലി ചെയ്യും. ആരാ പറയണ്ടേ? ഇത് ശ്രീരാമസ്വാമിയുടെ ഉത്തരവാണ്. അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടാണ് വാനരന്മാർ ഇവിടെ ചിറകെട്ടുന്നത് അല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആവശ്യം, അതിനനുസരിച്ച് നമ്മളും നീങ്ങണം, അറിഞ്ഞ് നീങ്ങണം അല്ലേ? നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ജോലിയെല്ലാം ഉണ്ടെങ്കിൽ അമ്മയെ നമുക്ക് അറിഞ്ഞ് ഹെൽപ്പ് ചെയ്യാം അല്ലേ? കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടെങ്കിൽ പെൺകുട്ടികളൊന്നുമില്ല, ആൺകുട്ടികളൊന്നുമില്ല, ആർക്കും സഹായിക്കാം അല്ലേ? ചെയ്യാറുണ്ടോ നിങ്ങളെ? അമ്മയെ അറിഞ്ഞ് സഹായിക്കണം. അമ്മ പറയാൻ നിൽക്കണ്ട. തുണിയൊക്കെ അലക്കിയിട്ടതുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വെക്കാനോ അല്ലേ, പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കാനോ എന്തിനൊക്കെ എങ്കിലും നിങ്ങൾക്ക് സഹായിക്കും. അമ്മ ആവശ്യപ്പെടേണ്ട. അങ്ങനെ അമ്മ ആവശ്യപ്പെടാതെ ചെയ്യുമ്പോഴാണ് അമ്മക്ക് കൂടുതൽ സന്തോഷം അല്ലേ? അപ്പോൾ ശ്രീരാമസ്വാമിയുടെ ആവശ്യമാണ്, ഞങ്ങൾ ജോലി ചെയ്യും. ശ്രീരാമസ്വാമിയുടെ ആവശ്യമാണ് അല്ലേ? അപ്പോൾ ഞങ്ങൾ ജോലി ചെയ്യും. സുഗ്രീവൻ, എടാ മണ്ട, ആ ശ്രീരാമസ്വാമിയാണ് നിന്നെ വിളിക്കുന്നത്. അപ്പോൾ സുഗ്രീവൻ എന്താ പറഞ്ഞേ? എടാ മണ്ട, നിന്നെ ഇപ്പോൾ വിളിക്കുന്നത് ആരാ? ആ ഉത്തരവ് പറഞ്ഞേ, ഉത്തരവ് പുറപ്പെടുവിച്ച ശ്രീരാമസ്വാമിയാണ് നിന്നെ ഇപ്പോൾ വിളിക്കുന്നത്. അപ്പോൾ അണ്ണാറക്കണ്ണന് ആകെ സത്യം പറഞ്ഞ സങ്കടമായിട്ടുണ്ടാവും അല്ലേ? അണ്ണാൻ, ജോലി ചെയ്യുന്നവരെ ശ്രീരാമസ്വാമി ശല്യപ്പെടുത്തുകയില്ല. വെറുതെ എന്നാ പറയണ്ട, ജോലി ചെയ്യുന്നവരെ ശ്രീരാമസ്വാമി ശല്യപ്പെടുത്തില്ല. നിങ്ങൾ വെറുതെ എന്നെ കളിയാക്കുന്നതാണ്. അണ്ണാൻ, എങ്കിൽ ഈ മണ്ണ് കൂടി ഇട്ടിട്ട് ഇപ്പോൾ വരാം. അല്ലല്ല, അപ്പം എന്താ പറഞ്ഞ സുഗ്രീവൻ? നീ ഇവിടെ വന്ന് നോക്ക്, അപ്പോൾ കാണാലോ ശ്രീരാമസ്വാമിയാണോ അല്ല ഞാൻ കള്ളത്തരം പറയുന്നതാണോ എന്ന് നിനക്ക് അറിയാലോ അല്ലേ? അപ്പോൾ അണ്ണാൻ എന്താ പറഞ്ഞ? എങ്കിൽ ഈ കൊണ്ടുപോകുന്ന മണ്ണ് കൂടി ഞാൻ അവിടെ ഇട്ടിട്ട് വരാം അല്ലേ? പകുതി വഴിക്ക് വെച്ചിട്ട് വരാൻ പറ്റില്ല, ഞാൻ ഇതുകൂടെ അവിടെ കൊണ്ടിട്ടിട്ട് വരാം. ശ്രീരാമസ്വാമിയാണോ എന്ന് നമുക്ക് നോക്കാലോ. ശ്രീരാമൻ, ഓഹോ, അവൻ മണ്ണ് ചുമക്കുകയാണോ? ശ്രീരാമസ്വാമി ചോദിക്കുകയാണല്ലേ, അവൻ മണ്ണ് ചുമക്കുകയാണോ? സുഗ്രീവൻ, അതെ അതെ, എല്ലാം അവനാണ് ചെയ്യുന്നതെന്ന ഭാവമാണ്. അതാ അവൻ എത്തി സ്വാമി അല്ലേ? അവനാണ് മൊത്തം ഇവിടെ എല്ലാ കാര്യവും ചെയ്യുന്നതെന്നുള്ള ഒരു ഭാവമാണ് അവന് അല്ലേ? ഏറ്റവും ചെറുതാണ് അവൻ, പക്ഷേ അവനെ കൊണ്ടാവുന്നതിൻ്റെ മാക്സിമം അവൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവന് അങ്ങനെ ഭാവിക്കാലോ അല്ലേ? അണ്ണാൻ വരുന്നു, ശരീരം മുഴുവൻ നനഞ്ഞിട്ടുണ്ട്. പാവനല്ലേ? അണ്ണാൻ ശ്രീരാമസ്വാമിയുടെ അടുത്തേക്ക് വന്നു, അവൻ്റെ ശരീരം മൊത്തം നനഞ്ഞിട്ടാണുള്ളത്. അണ്ണാൻ ശ്രീരാമനെ തൊഴുതുകൊണ്ട്, സ്വാമി ക്ഷമിക്കണം, അറിഞ്ഞില്ല അല്ലേ? അവന് സത്യം പറഞ്ഞ ഇപ്പോൾ ഭയങ്കര സങ്കടം വന്നിട്ടുണ്ടാവും അല്ലേ? ഞാൻ അറിഞ്ഞില്ല, സ്വാമിയാണ് എന്നെ വിളിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല സ്വാമി, സ്വാമി എന്നോട് ക്ഷമിക്കണം. ശ്രീരാമൻ, എന്താണ് നിൻ്റെ മേലെല്ലാം നനഞ്ഞിരിക്കുന്നത് ചോദിച്ചു അല്ലേ? നിൻ്റെ ശരീരമെല്ലാം എന്താ ഇങ്ങനെ നനഞ്ഞിരിക്കുന്നേ? അണ്ണാൻ, മണ്ണെടുക്കാൻ വേണ്ടി വെള്ളത്തിൽ മുങ്ങിയതാണ്. എന്തിനാ? വെള്ളത്തിൽ മുങ്ങിയാണ് അവൻ മണ്ണെടുത്തത്. അണ്ണാൻ, ശ്രീരാമൻ, മുങ്ങിയിട്ടാണോ മണ്ണെടുക്കുന്നത്? നീ മുങ്ങിയിട്ടാണോ മണ്ണെടുക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം എന്താ പറഞ്ഞേ? അണ്ണാൻ, നനയാതെ എങ്ങനെ ദേഹത്ത് മണ്ണ് വച്ചും? അവന് തലയിലൊന്നും ചുമക്കാൻ പറ്റില്ല. അപ്പം അവൻ എന്ത് ചെയ്യും? വെള്ളത്തിൽ മുങ്ങും, എന്നിട്ട് മണ്ണിൽ ഉരുളുമായിരിക്കും അല്ലേ?
അപ്പോൾ ഫുള്ള് ദേഹത്തൊക്കെ മണ്ണാവും. അതവിടെ പോയി കുടഞ്ഞിടും. പിന്നെയും വെള്ളത്തിൽ വന്ന് മുങ്ങും. പിന്നെയും മണ്ണിൽ വെക്കും. കണ്ടോ ആ ഇത്തിരി പോകുന്ന അണ്ണാൻ്റെ ബുദ്ധി കണ്ടോ? ആ നനയാതെ എങ്ങനെ ദേഹത്ത് മണ്ണ് പറ്റും? ശ്രീരാമൻ, നിന്റെ ദേഹം കൊച്ചല്ലേ, അതിൽ പറ്റിയ മണ്ണ് കൊണ്ട് എന്ത് സാധിക്കും? ഇത്രയും ചെറിയ ശരീരത്തിൽ പറ്റിയ ആ മണ്ണുകൊണ്ട് എന്ത് ചെയ്യാനാ? അണ്ണാൻ, സ്വാമി അങ്ങനെ പറയരുത് പറയരുത് തിരുമേനി വലിയ രാജാവല്ലേ, എന്നിട്ടും ചിറകെട്ടാൻ കുരങ്ങന്മാരെയല്ലേ സഹായത്തിന് വിളിച്ചത്? ചെറിയവർക്കും ചിലതൊക്കെ സാധിക്കും എന്നല്ലേ അങ്ങ് തെളിയിക്കുന്നത്? ഞങ്ങൾ കുറേ പേർ ഒത്തുചേർന്നാൽ കുറച്ച് സ്ഥലമെങ്കിലും നികത്തിക്കൂടെ? ഇത്രയും വലിയ മഹാരാജാവായ അങ്ങ് അല്ലേ ചിറകെട്ടാൻ ആരെയാ നിയമിച്ചത്? കുരങ്ങന്മാരെ. അപ്പോൾ ഇത്തിരിയില്ലാത്ത ഞങ്ങൾ അണ്ണാന്മാരും കൂടെ ഇതിന് സഹായിച്ചാൽ കുറച്ച് ഭാഗം നമുക്ക് നികത്താൻ പറ്റുമല്ലോ അല്ലേ? അതായത് സീതാദേവിയെ രാവണൻ കട്ടുകൊണ്ടുപോയപ്പോൾ ലങ്കയിലേക്ക് പോയി സീതാദേവിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി അല്ലേ, കടൽമാർഗം പോകാൻ വേണ്ടി, അതിന് ചിറകെട്ടാൻ വേണ്ടിയാണ് ഈ സാഹസങ്ങളൊക്കെ. അപ്പോൾ അതിന് നമ്മൾ സഹായത്തിന്, അതായത് ശ്രീരാമന് സഹായത്തിന് വന്നത് വാനരന്മാർ. അപ്പോൾ ഇത്തിരി പോകുന്ന വാനരന്മാരെയല്ലേ അങ്ങ് ഏൽപ്പിച്ചത്? വാനരന്മാർ സഹായിക്കുമ്പോൾ ഞങ്ങളും കൂടെ ഹെൽപ്പ് ചെയ്യണ്ടേ? ഞങ്ങൾക്കും കുറച്ച് സ്ഥലം ചെയ്യാലോ. അപ്പോൾ ഈ ഭാഗം ചെയ്തത് ഞങ്ങളാണ് എന്ന് പറയാലോ അല്ലേ? ഇപ്പോൾ വീട്ടിലത്തെ എന്തെങ്കിലും ഒരു ജോലി ഇത് ഞാനാ ചെയ്തിന് പറയുമ്പോൾ നിങ്ങൾക്കൊരു അഭിമാനമാണ് അല്ലേ? നിങ്ങൾ നട്ട ഒരു ചെടിക്കൊരു പൂവ് കിളിർത്താൽ ഇത് ഞാൻ നട്ട ചെടിയാണ്, അഭിമാനത്തോടെ നിങ്ങൾക്ക് പറയാം അല്ലേ? ഇന്ന് ഈ ഭാഗം, അതായത് എൻ്റെ ഈ റൂമൊക്കെ വൃത്തിയാക്കിയത് ഞാനാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അഭിമാനിച്ചൂടെ? അത് നിങ്ങൾക്കൊരു അന്തസ്സാണ് അല്ലേ? ശ്രീരാമൻ, സുഗ്രീവ അവൻ്റെ മറുപടി കേട്ടല്ലോ? സുഗ്രീവൻ, കേട്ടു തിരുമേനി, കേട്ടു. ശ്രീരാമൻ, കുഞ്ഞെ, നിന്നെ പരീക്ഷിക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. നിനക്കു നല്ലത് വരട്ടെ. അപ്പോൾ രാജാവിന് എല്ലാം അറിയാം അല്ലേ? ശ്രീരാമന് എല്ലാം അറിയാം. പക്ഷേ ശ്രീരാമൻ എന്തെങ്കിലും ഒരു മുടക്കം പറയുമ്പോൾ അതിൽ നിന്ന് ഒഴിവാവോ എന്നറിയാൻ വേണ്ടി അതിനെ പരീക്ഷിച്ചതാണ് അല്ലേ? രാജാക്കന്മാരൊക്കെ ദൈവം നമ്മളെ പരീക്ഷിക്കുകയാണ്. ഓരോ സങ്കടങ്ങൾ തന്നാൽ ചിലപ്പോൾ നമ്മളെ പരീക്ഷിക്കുകയാണ് അല്ലേ ദൈവം ചെയ്യുന്നേ അല്ലേ? നമ്മൾ സങ്കടം വരുമ്പോൾ നമ്മൾ ദൈവത്തിനെ നിന്ദിക്കുന്നുണ്ടോന്നോ പ്രാർത്ഥിക്കുന്നില്ലേന്നോ, ഒരുപാട് സന്തോഷം തന്നാൽ നമ്മൾ ദൈവത്തെ മറക്കുമെന്നൊക്കെ ദൈവം നമ്മളെ പരീക്ഷിക്കുകയാണ്. അപ്പോൾ ഏത് സന്തോഷത്തിലായാലും സങ്കടത്തിലായാലും ദൈവം എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടെന്ന് ചിന്തിച്ച് മാത്രം നമ്മൾ ഓരോ കാര്യം പ്രവർത്തിക്കാവൂ. അപ്പോൾ ഇവിടെ ശ്രീരാമൻ പറഞ്ഞേ? കുഞ്ഞെ, നിന്നെ ഞാൻ പരീക്ഷിക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. നീ നിന്റെ മറുപടി നിനക്ക് കേൾക്കാലോ അല്ലേ? നിനക്ക് നല്ലത് വരട്ടെ. ശ്രീരാമൻ എന്നിട്ട് എന്താ ചെയ്തേ? അണ്ണാറക്കണ്ണൻ്റെ പുറത്ത് തലോടി അല്ലേ? സുഗ്രീവൻ അണ്ണാറക്കണ്ണനെ നോക്കി അത്ഭുതം നടിച്ചു. ശ്രീരാമൻ അണ്ണാറക്കണ്ണനെ തലോടി. അണ്ണാറക്കണ്ണൻ അല്ലേ? അപ്പോൾ തന്നെ അണ്ണാറക്കണ്ണനെ നോക്കിയ സുഗ്രീവൻ അണ്ണാറക്കണ്ണനെ നോക്കി അത്ഭുതം. തിരുമേനി, അവൻ്റെ പുറത്ത് നോക്കൂ. അങ്ങു തടവിയ സ്ഥലത്ത് ഭംഗിയുള്ള 3 വരകൾ. അണ്ണാറക്കണ്ണൻ്റെ ദേഹത്ത് കണ്ടിനോ നിങ്ങൾ? പുറത്ത് ഭാഗം കണ്ടിനോ? വെള്ള വര കണ്ടിട്ടുണ്ടോ? അത് ഇങ്ങനെ ശ്രീരാമൻ അനുഗ്രഹിച്ചതാണ് പോലും. ശ്രീരാമൻ അനുഗ്രഹിച്ചപ്പോൾ ദേഹത്ത് വന്ന അടയാളമാണെന്നാണ് പറയുന്നത്. അണ്ണാൻ സന്തോഷത്തോടെ തൊഴുതു നിൽക്കുന്നു. സ്വാമിയുടെ അനുഗ്രഹം ലഭിച്ചത് അടിയൻ്റെ ഭാഗ്യം. അണ്ണാറക്കണ്ണൻ എന്താ പറഞ്ഞേ? സ്വാമിയുടെ അനുഗ്രഹം എനിക്ക് ലഭിച്ചത് എൻ്റെ ഭാഗ്യമാണ്. തല കുമ്പിട്ട് നിൽക്കും. നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ തല കുമ്പിട്ട് നിൽക്കൂലേ അല്ലേ? ഉണ്ടോ? യെസ്. ശ്രീരാമൻ, സുഗ്രീവ, നാം ആരെയും ചെറുതായി കാണരുത് അല്ലേ? ആരെയും നമ്മൾ ചെറുതായി കാണരുത്. അണ്ണാറക്കണ്ണനും തന്നാലായത്. അങ്ങനെയാണ് അതൊരു പഴഞ്ചൊല്ലന്നെയായി മാറിയത് അല്ലേ? അണ്ണാറക്കണ്ണനും തന്നാലായത് പറഞ്ഞാൽ ഇത്തിരി പോന്ന അണ്ണാറക്കണ്ണാനും തന്നാലായത് ചെയ്യും അല്ലേ? അവനവന് പറ്റിയത് അവനവൻ ചെയ്യും. ആരെയും നമ്മൾ നിസ്സാരമായി കാണരുത്. ചെറിയ മക്കൾക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അവൻ ചെറുതല്ലേ, അവൻ കുഞ്ഞല്ലേ എന്ന് പറഞ്ഞ് ഒഴിവാക്കേണ്ട ഒരു കാര്യമില്ല. എല്ലാ കാര്യങ്ങളിലും നമ്മൾ കുട്ടികളെയും പങ്കെടുത്തുക, കുട്ടികളായ നമ്മളും പങ്കെടുക്കുക. മനസ്സിലായോ? നിങ്ങൾക്കാവുന്ന രീതിയിൽ വലിയവർ ചെയ്യും പോലെ ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും അതിൻ്റെ ഒരു ഭാഗമാവാൻ നിങ്ങൾക്കും പറ്റും അല്ലേ? നിങ്ങളും എല്ലാ കാര്യത്തിലും പങ്കെടുക്കുക. തിരശ്ശീല, അതായത് നാടകം കഴിഞ്ഞു, അവിടെ തിരശ്ശീല, നാടകത്തിന് കർട്ടൻ ഉണ്ടാവുമല്ലോ, അത് അവിടെ താണു. കൊള്ളാം, നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായി അവരവരുടെ ഭാഗം അഭിനയിച്ചു. ഇത് നാടകമാണല്ലേ? ക്യാമ്പിലെ നാടകമല്ലേ? മനുവും കൂട്ടുകാരും അവതരിപ്പിച്ച നാടകമാണ്. സത്യൻ സാർ അഭിനന്ദിച്ചു. കുട്ടികളെല്ലാവരും കൈയടിച്ചു. നാടകം കാണും പോലെ തോന്നിയോ?
ഇല്ല. നല്ല നാടകല്ലേ? ഇഷ്ടായോ? ഓക്കെ ഓക്കെ. അപ്പോൾ ഈ പാഠം മനസ്സിലായോ? ഇനി പറയണോ? വേണ്ട, എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ നമുക്കിത് വായിക്കാം അല്ലേ? ആരിൽ നിന്നാ തുടങ്ങണ്ടേ? നിഹാര തൊട്ട് തുടങ്ങാവേ. മിസ് വിളിക്കുന്നവർ മാത്രം അൺമ്യൂട്ട് ആക്കിയാൽ മതി. ആരും തന്നെ വീഡിയോ ഓഫ് ചെയ്യണ്ട. കൈസ്, മുഹമ്മദ് കൈസ്. ഇതിങ്ങനെ ഓരോരുത്തരെയും വിളിക്കണം. എന്തിനാ ഈ വീഡിയോ ഓഫ് ആക്കിയിരിക്കുന്നേ? ഓക്കെ, എല്ലാവരും അറ്റൻഡൻസ് ടൈപ്പ് ചെയ്യണേ. നിഹാര അൺമ്യൂട്ട് ചെയ്ത് വായിച്ച മോളെ. നിഹാര കേൾക്കുന്നില്ലേ പാഠം വായിക്കാൻ? അൺമ്യൂട്ട് ചെയ്യുമോളെ. കേൾക്കുന്നില്ല. ജൂലിയറ്റ് മോള് വായിച്ചേ. ആരാധ്യ, പ്രജിത്ത് ഉണ്ടോ? അതിൻ്റെ ഇടക്ക് മിസ് അറ്റൻഡൻസ് വിളിക്കാം. ഓക്കെ, ജൂലിയറ്റ് വായിച്ച മോളെ. പാഠം 12 കണ്ണനും തന്നാലായത്. ഒരാഴ്ച അവധിക്കാല ആൻജോ ജോസഫ് ഉണ്ടോ? എവിടെ മോളെ? അവധിക്കാല ക്യാമ്പ് വിവിധ സ്കൂളിലെ അധ്യാപകരും കുട്ടികളുമായി ധാരാളം പേരുണ്ടായിരുന്നു. മനുവും കൂട്ടുകാരും പെട്ടെന്നു തന്നെ ക്യാമ്പിലെ രീതികളുമായി പൊരുത്തപ്പെട്ടു. ക്യാമ്പിനോട് അനുബന്ധിച്ച് ഒരു നാടകക്കളരി തന്നെ ഉണ്ട്. സംവിധായകനും അധ്യാപകനുമായ സത്യൻ സാർ കുട്ടികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സഹായങ്ങളും ഒക്കെ നൽകുന്നുണ്ട്. മനുവും കൂട്ടുകാരും തയ്യാറായി. മനുവിന്റെ മുത്തശ്ശി പറഞ്ഞുകൊടുത്ത ഒരു ഐതിഹ്യ കഥയാണ് അവർ നാടകമായി അവതരിപ്പിക്കുന്നത്. ആരൊക്കെയാണ്? ആരാധ്യ. നിഹാര ബുക്കിലേക്ക് നോക്കേ. എവിടെയാ നോക്കുന്നേ? ആരൊക്കെയാണ് ഈ നാടകത്തിൽ അഭിനയിക്കുന്നത്? സത്യൻ സാർ ചോദിച്ചു. ഞാൻ മനു. ഞാനാണ് ഈ കഥയിലെ ശ്രീരാമന്റെ വേഷം ചെയ്യുന്നത്. സുഗ്രീവന്റെ ഭാഗം അവതരിപ്പിക്കുന്നത് ഞാനാണ്. കുട്ടൻ പറഞ്ഞു. അണ്ണാറക്കണ്ണനായി ഞാനാണ് ഈ വേഷമിടുന്നത്. സഞ്ജു സ്വയം പരിചയപ്പെടുത്തി. ഓക്കെ, ഷഹ്മ കെ.
വായിക്കുമോളെ, നോക്കി എവിടെയാ എത്തിയെന്ന് അറിയില്ല അല്ലേ? അറിയാം മിസ്സേ, ആദ്യത്തെ കിട്ടുന്നില്ല. ആട്ടെ. ആട്ടെ, എന്താണോ നാടകത്തിന്റെ പേര്? നാടകത്തിന്റെ പേര്? സത്യൻ സാറിന്റെ ചോദ്യത്തിന് അണ്ണാരക്കണ്ണനെ തന്നാലായത് എന്ന് മനു ഉറക്കെ പറഞ്ഞു. ശരി, തുടങ്ങിക്കോളൂ. ശരി, തുടങ്ങിക്കോളൂ. സത്യൻ സാർ പറഞ്ഞു. കടലോരത്ത് ഒരു കൂടാരം. അടുത്തുള്ളൊരു പാറക്കല്ലിൽ ശ്രീരാമൻ ഇരിക്കുന്നു. ജ്വൽ വായിച്ച ബാക്കി. ഏതാ വായിക്കുന്നേ? നിൽക്കുന്നു. വാനര രാജാവ് ഇവൻ ശ്രീരാമനെ തൊഴുത് കൊണ്ട് നിൽക്കുന്നു. ശ്രീരാമൻ സുഗ്രീവാൽ ചിറകെട്ടി എത്രത്തോളമായി? സുഗ്രീവൻ സ്വാമി കഴിയാറായി, നാളെ പൂർത്തിയാവും. ശ്രീരാമൻ എന്ത് ഇത്രയും വേഗത്തിലോ? വാനരന്മാർ അത്രയും മിടുക്കന്മാരാണോ? അത്ര മിടുക്കുണ്ടോ അല്ലേ? ഓക്കെ, ഒരു മിനിറ്റ്, മിസ് ഒന്ന് അറ്റൻഡൻസ് വിളിച്ചോട്ടെ, എന്നിട്ട് ബാക്കി. ആൻജോ ജോസഫ് ഉണ്ടോ? ആൻജോ ഇല്ല. ആസിയത് സഫ ഓക്കെ. ആവണി മഹേഷ് ഉണ്ട്. എഡ്വിൻ ഓക്കെ ഉണ്ട്. എറിക് ഉണ്ടോ? ഇല്ല അല്ലേ? സനയുണ്ട്. ഷെഹ്മ കെ ഉണ്ട്. ഷെഹ്മ വി ഉണ്ട്. ജ്വൽ റോസ് ഉണ്ട്. ജൊഹാന ഗ്രേസ് ഇല്ല. ജോമലുണ്ട്. ജോയലുണ്ട്. ജൂലിയറ്റ് ഉണ്ട്. കേസ് ഷാനുണ്ടോ? മുഹമ്മദ് ഷാൻ. ക്ലിയർ ഉണ്ടായിട്ടില്ലേ? ഓ, മിസ് പറയുന്ന ഇടക്കിടക്ക് കട്ടായി പോന്നെ. അതെയോ? ഷാനുണ്ടോ? മുഹമ്മദ് ഷാനുണ്ടോ? ഷസിനുണ്ട്. നവമിയുണ്ട്. നിതയുണ്ടില്ല അല്ലേ? നിത ഫാത്തിമ ഇല്ല. നിഹാരയുണ്ട്. റിലു. സാമുവൽ എവിടെ? സാമുവൽ നേരത്തെ ഉണ്ടായിരുന്നല്ലോ, കേറിപ്പോയല്ലേ? അങ്ങനെ കേറിപ്പോയവർക്കൊന്നും ഇതിന് അറ്റൻഡൻസ് ഇടൂല. സെൽന ഉണ്ടല്ലോ അല്ലേ? സിദ്ധാന്ത്, ടോഷിൻ, ഹസ്നയില്ല. ബെനീറ്റ, ഏഞ്ചൽ എൽസ സെബാസ്റ്റ്യൻ ഉണ്ടോ? യെസ്. ഏഞ്ചൽ റോസ് ബെഞ്ചമിൻ ആണല്ലേ? ഏഞ്ചൽ എൽസ സെബാസ്റ്റ്യൻ ഇല്ല. തീർത്ഥലക്ഷ്മി ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നല്ലോ. യെസ് ഓക്കെ. അപ്പോൾ എയ്മി, ആൻജോ, റിക്, ജൊഹാന, മുഹമ്മദ് ഷാൻ, നിത, ഹസ്ന ഷെറിൻ, ഏഞ്ചൽ എൽസ അല്ലേ? ഓക്കെ. യെസ്, കണ്ടിന്യൂ.
ആരായിരുന്നു വായിച്ച? ജോമൽ അല്ലേ? അല്ല ജോയൽ, ജ്വല്ലല്ലേ? ഇനി ജോമൽ വായിച്ചതിന്റെ ബാക്കി. എന്തിനാ മിസ് ഇതെന്താ വൈകുന്നേ? എന്തിനധികം? എന്തിനധികം ഇത്തിരിയാതെ ഇത്തിരി ഇല്ലാത്ത അണ്ണാറക്കണ്ണനും അണ്ണാരക്കണ്ണനും ഉത്സാഹമാണ്. രാവും പകലും അക്കൂട്ടർ അധ്വാനിക്കുന്നു. ശ്രീരാമൻ അണ്ണാരക്കണ്ണൻ അധ്വാനിക്കുന്നുണ്ടോ? അതു കൊച്ചല്ലേ? ഓക്കെ, ഷെസിൻ വായിച്ച മോനെ. സുഗ്രീവൻ, തിരുമേനി വരണം, അടിയൻ കാണിച്ചു തരാം അവന്റെ പ്രയത്നം. സുഗ്രീവൻ ചൂണ്ടിക്കാണിച്ചിട്ട് അതാ അങ്ങോട്ട് നോക്കൂ, അവന്റെ മേലെല്ലാം മണ്ണാണ് തിരുമേനി. ഒന്നു വിളിച്ചു നോക്കൂ. ശ്രീരാമൻ കൈകൊട്ടി വിളിക്കുന്നു. കുഞ്ഞേ, അണ്ണാരക്കണ്ണ. ഓക്കെ, ആവണി മഹേഷ്. പെട്ടെന്ന് വായിക്കൂ, സമയം തീരാറായി. കണ്ടില്ലേ? കേട്ട ഭാവമില്ല. ശ്രീരാമൻ കുറച്ചും കൂടി ഉറക്കെ അണ്ണാരക്കണ്ണ. അകത്തുനിന്ന് അണ്ണാരക്കണ്ണൻ എന്തേ? ഓക്കെ, ജോയൽ ഹറിയപ്പ്. ജോയലിന് 2 സെന്റൻസും കൂടെ വായിക്കേണ്ട സമയമുണ്ട്, പെട്ടെന്ന്. അണ്ണാരക്കണ്ണൻ എന്തോ? ശ്രീരാമൻ ഇവിടെ വരൂ. അണ്ണാരക്കണ്ണൻ ഇപ്പോൾ പറ്റില്ല. സുഗ്രീവൻ കണ്ടില്ലേ അവന്റെ ഓക്കെ മക്കളെ, നിങ്ങൾക്ക് ഇപ്പം തന്നെ അടുത്ത ക്ലാസ് ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ്സും ഉണ്ടല്ലോ നിങ്ങൾക്ക്. അടുപ്പിച്ച് 4 പീരീഡ്. 3 പീരീഡും കൂടെ ഉണ്ട്. ഓക്കെ, സാരമില്ല കേട്ടോ. ഓക്കെ, ബൈ. എല്ലാവരും ടെക്സ്റ്റ് ഒരു 3 പ്രാവശ്യം വായിക്കണേ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും കൊണ്ട് വായിപ്പിക്കും, എന്നിട്ട് ബാക്കി വർക്ക് ചെയ്യൂ. ഓക്കെ മിസ്. ഓക്കെ, ബൈ.